നെയിലിറ്റ് ബൈ ഗായത്രി അരുൺ എന്ന എൻ്റെ ഒരു സംരംഭം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരും ഇന്ന് വന്ന എല്ലാ മീഡിയയ്ക്കും താങ്ക് യു. ഒരു എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഒരു ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്നത്. ഒരുപാട് പ്ലാൻസ് ഉണ്ട് ഈ ബ്രാൻഡിൻ്റെ അണ്ടറിൽ. ഒരു നെയിൽ സലൂൺ അല്ലെങ്കിൽ ഒരു സലൂൺ എന്നതിലുപരി ഇനി ഒരു അക്കാഡമി എന്നുള്ള രീതിയിൽ കൂടെ ഡെവലപ്പ് ചെയ്യാനും വിമൻ എൻ്റർപ്രണേഴ്സിലേക്ക് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള ലേഡീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വളരെ റീസണബിൾ റേറ്റിന് ഇത്തരം കോഴ്സസ് അവരിലേക്ക് എത്തിക്കാനും ഒക്കെയുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഒപ്പം കുറച്ച് ബ്രാൻഡ്സ്, വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡ്സ് ഇതിൻ്റെ പ്രോഡക്ട്സ് ഇതിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാനൊക്കെയുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രേയേഴ്സും ബ്ലെസ്സിങ്സും ഒക്കെ ഉണ്ടാവണം. ഞാൻ എൻ്റെ ഒരു ഓൺ ബ്രാൻഡായിട്ട് തുടങ്ങിയതാണ്. ബ്രാൻഡ്സ് ആയിട്ട് നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് സർവീസസിൻ്റെ ബ്രാൻഡ്സുമായിട്ട് ഉണ്ടല്ലോ, അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. ഇതിപ്പം അങ്ങനെ ഒരു ബ്രാൻഡുമായിട്ട് വേറെ അസോസിയേഷൻ ഒന്നും ഇല്ല. എൻ്റെ മനസ്സിലാവുന്നത് ചേട്ടനോട് പറഞ്ഞതാണ് അബദ്ധമായത്, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തത്. ഈ ടെൻഷനൊക്കെ അടിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ഇത് ഏതൊരു തോട്ടായിട്ട് തന്നെ പോയേനെ. പക്ഷെ അരുൺ ഒരു ബിസിനസ് മാനാണ്. അപ്പോൾ അതുകൊണ്ട് അരുണിൻ്റെ അടുത്ത് പറഞ്ഞ ആ മൊമെൻറ്റിൽ അത് എന്താ പറയുക, അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു. നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ ഇവിടെ വന്നു, ഈ സ്ഥലം കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം വളരെ ഫാസ്റ്റായിട്ട് പോയി. ആളോട് പറഞ്ഞുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. എനിക്ക് എന്താ പറയുക, നമ്മൾ വെറുതെ ഒരു ബിസിനസ് തുടങ്ങുക എന്നല്ല എന്നതിനുപരി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് പ്ലാനിങ് വന്നപ്പം മറ്റു ചില പ്ലാൻസിലേക്കൊക്കെ വന്നു. അപ്പോൾ അത് ഇവിടെ തന്നെ ചെയ്യാൻ, നമ്മുടെ നാട്ടിലാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് എനിക്കൊന്ന് എന്താ പറയുക ഇടപെടാൻ പറ്റുന്നത്. നമുക്ക് സ്ഥലം അറിയാം, ആളുകളെ അറിയാം, ഇവിടുത്തെ രീതികൾ അറിയാം, ഇവിടുത്തെ ആളുകളുടെ ഒരു ഇൻട്രസ്റ്റ് അറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സേഫർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ഇത് തന്നെ എൻ്റെ ഓൺ പ്ലേസിൽ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഈ ഒരു ട്രെൻഡ് വരുന്നതേ ഉള്ളൂ. കൊച്ചിയിൽ ഒരുപാട് സലോൺസിൽ ഇത്തരം സർവീസസ് ഉണ്ട്. അപ്പം അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ചേർത്തലയിൽ നിന്ന് നമ്മൾ കൊച്ചിയിൽ പോകണം. അപ്പോൾ സലൂൺസ്, നല്ല സലൂൺസ് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടെങ്കിൽ പോലും ചില സർവീസസ് ഒക്കെ നമ്മുടെ കൊച്ചിയിൽ പോയാലാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അത്തരം ചില പ്രീമിയം സർവീസസ് ഇവിടെ കൊണ്ടുവരിക, അതും ഇവിടെ ആളുകൾക്ക് റീസണബിളായിട്ട് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഒരു തോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തുടങ്ങുന്നത്. നമുക്ക് ഈ പ്ലാൻസ് ഉണ്ട് കൊച്ചിയിലും മറ്റു സ്ഥലങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പലരും ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ തുടങ്ങിയത് കൊണ്ടൊരു എങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ആഡ്സ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് എൻക്വയറി വരുന്നുണ്ട്. ആക്ച്വലി സ്പീക്കിംഗ്, ഇത് ഞാൻ അതാണ് പറഞ്ഞത്, നമ്മുടെ പ്രീമിയം പ്രോഡക്റ്റ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രീമിയം സർവീസസ് ആണെങ്കിൽ പോലും ഇവിടുത്തെ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, കാരണം എനിക്ക് എൻ്റെ ഈ നാട്ടുകാരെ ആയതുകൊണ്ട് തന്നെ എനിക്കറിയാമല്ലോ ഇവിടുത്തെ ആളുകളുടെ ഒരു പൾസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ തന്നെയാണ് എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളൊരു സെപ്റ്റംബർ ഒക്ടോബർ തൊട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പ്ലാനിങ്ങിലുണ്ട്. പക്ഷെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഇപ്പോൾ ഒരു 3 months ആയിട്ടുള്ളൂ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 3 months അല്ല, വർക്ക് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ജൂൺ മുതലാണ് കംപ്ലീറ്റ്ലി ഒരു ഫുൾ ഫോമിലേക്ക് ഇതൊരു ബ്രാൻഡായിട്ട് ലോഞ്ച് ചെയ്തതും നമ്മൾ ഓൺലൈൻ പ്രൊമോഷൻസും എല്ലാം ഒരു ഫുൾ ഫ്ലെഡ്ജിൽ ഈ ഒരു ബ്രാൻഡായിട്ട് വന്നത് ജൂൺ മുതലാണ്. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് എനിക്ക് മേക്കപ്പ് ചെയ്തത് മുകേഷാണ്. അപ്പം മുകേഷ് ചേർത്തലക്കാരനാണ്. മുകേഷ് ഉൾപ്പെടെ പല സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളോടും കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ വികാസിനൊക്കെ സലോൺ ഉള്ളതാണ്. രഞ്ജുവിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, രഞ്ജു ദുബായിലായിരുന്നു. വികാസിനോടും ഒക്കെ നമ്മൾ വിളിച്ച് അവരൊക്കെ നമുക്ക് ഓരോ അഡ്വൈസൊക്കെ തന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് എല്ലാവരും, സെലിബ്രിറ്റീസ് എല്ലാവരും കൊച്ചിയിലാണ്. അപ്പം അവരുടെ അടുത്തൊക്കെ നമുക്കിപ്പം അങ്ങനെ ഒരു ഹോം സർവീസ് പോലെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അത് കുഴപ്പം വരും തോന്നില്ല, കാരണം നമ്മുടെ ഒരു നോട്ടം എന്തായാലും ഉണ്ടാവണം. പക്ഷെ നമുക്ക് സ്റ്റാഫ്സ് ഉണ്ട്, നല്ലൊരു മാനേജർ ഉണ്ട്, എൻ്റെ സിസ്റ്ററിലോ ഉണ്ട്, ഹസ്ബൻഡുണ്ട്. അപ്പം അത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വാസം. അതെ, എനിക്ക് ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു ഫീൽഡിൽ ഒക്കെയാണ് ഞാൻ എത്തിയിരിക്കുന്നത്, ഒരു ബിസിനസ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ്, അല്ലാതെ ചുമ്മാ എന്നാൽ ഒരു ബിസിനസ് തുടങ്ങാം എന്ന് പറഞ്ഞ് തുടങ്ങിയതല്ല. എനിക്ക് നെയിൽ ആർട്ട് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര, ഞാൻ പോയി പഠിച്ചു, അതിനോട് ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് ആണ് ഞാനിത് തുടങ്ങിയത്. പിന്നെ ബാക്കി സർവീസസിൻ്റെ ഒക്കെ അതിൻ്റെ പിന്നാലെ ആഡ് ഓൺ ആയതാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി താല്പര്യമുള്ള വിഷയങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്കൊരു പുതിയ അഡീഷനാണ് നെയിലിറ്റ് ബൈ ഗായത്രി അരുൺ. അത് എല്ലാ സർവീസസും അവിടെ അവൈലബിൾ ആണ്. വളരെ നല്ല പ്രീമിയം സർവീസസ് വളരെ റീസണബിൾ റേറ്റിന് കൊടുക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ വരുന്നുണ്ടാവും. അപ്പം സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം. എല്ലാവർക്കും അവരവരുടെ സ്പേസ് ഉണ്ട്, അതുകൊണ്ടാണല്ലോ പുതിയ പുതിയ സലൂൺസ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന സർവീസസ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് തന്നെ വരും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ
വളരെ ഞാൻ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ആദ്യം ഞാൻ ട്രൈ ചെയ്തത്, ഞാൻ കേട്ട് പരിചയമുള്ളൊരു നെയിൽ ടെക്നീഷ്യൻ ഉണ്ട്, രാമൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം പുള്ളി എനിക്ക് വേണമെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ടാർഗറ്റ്. അപ്പം കുറേ ശ്രമങ്ങൾക്ക് ശേഷം രാമനെ തന്നെ എനിക്ക് ഇപ്പം സ്റ്റാഫായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഏറ്റവും ബെസ്റ്റായിട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്സിനെ വളരെ ശ്രമത്തിന് ശേഷമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു സ്റ്റാഫിൻ്റെ ഒരു സർവീസസിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വന്ന് സർവീസ് ചെയ്ത് പോകുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് വരുന്നതന്നെയാണ് വിശ്വാസം. തുടങ്ങുന്നില്ലല്ലോ, നോക്കാം. താങ്ക് യു സോ മച്ച്.